2024 ലോക്സഭാ ഇലക്ഷൻ്റെ രണ്ടാം ഘട്ട പോളിംഗ് പുരോഗമിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് കടയ്ക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെ 95, 96, 97 അങ്ങനെ 3 ബൂത്തുകളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഇന്ത്യയിലാകമാനം മണിപ്പൂർ, ത്രിപുര, ബീഹാർ, മഹാരാഷ്ട്ര തുടങ്ങി 88 കേരളം ഉൾപ്പെടെയുള്ള 88 ലോക്സഭാ മണ്ഡലങ്ങളിൽ 1206ഓളം പ്രതിനിധികൾ മാറ്റുരയ്ക്കുകയാണെന്ന്. ഇനിയും 7 ഘട്ടങ്ങളിലായിട്ടാണ് പോളിംഗ് അവസാനിക്കുന്നത്. ജൂൺ 4-ാം തീയതിയോടുകൂടി നമുക്ക് പ്രധാനമായും ഇന്ത്യയിലെ മത്സരം നടക്കുന്നത് NDA BJP പ്രതിനിധാനം ചെയ്യുന്ന NDA മുന്നണിയും അതുപോലെ ഇന്ത്യ മുന്നണിയുമാണ്. അതിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ആരും ഉയർത്തി കാട്ടിയില്ലെങ്കിലും രാഹുൽ ഗാന്ധിക്കാണ് സാധ്യതകൾ പറയുന്നത്. അത്തരത്തിലാണ് ഇപ്പോൾ ഇലക്ഷൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വരുന്ന ജൂൺ 4-ാം തീയതി നമുക്ക് ഇന്ത്യയുടെ ഭരണസാരഥ്യം ആര് വഹിക്കും? 10 വർഷം ഭരണം പൂർത്തിയാക്കിയ NDA സർക്കാരാണോ, അതല്ല നമ്മുടെ ഇന്ത്യ മുന്നണി, നമ്മുടെ ഈ രൂപം കൊടുത്ത ഇന്ത്യ മുന്നണിയാണോ എന്നൊക്കെ ജൂൺ 4-ാം തീയതിയോടുകൂടി പൂർണ്ണമായും നമുക്ക് അറിയാൻ പറ്റും. എന്തായാലും ഇലക്ഷൻ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇലക്ഷൻ ബൂത്തിലെ രംഗങ്ങളാണ് കാണുന്നത്. രാവിലെ മുതൽ നല്ല പോളിംഗ് ശതമാനമാണ് എല്ലായിടത്തും നടക്കുന്നത്. ഉച്ചയോടുകൂടി ഏകദേശം 45% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കണക്കിന് പോളിംഗ് നടക്കുകയാണെങ്കിൽ ഏകദേശം 80% പോളിംഗ് അവസാനിക്കുമ്പോൾ ഉണ്ടാകും, ഇലക്ഷൻ അവസാനിക്കുമ്പോൾ ഉണ്ടാകും, വോട്ടെടുപ്പ് അവസാനിക്കുമ്പോൾ ഉണ്ടാകും എന്നാണ് നമുക്കിവിടെ അറിയാൻ കഴിഞ്ഞത്. മറ്റു തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള വയലൻസും ഒന്നും ഇവിടെ ഇല്ല. പോലീസൊക്കെ അതൊരു ജാഗ്രത പാലിക്കുന്നുണ്ട്. എന്തായാലും 6 മണിയോടുകൂടി ഇലക്ഷൻ ഇവിടെ വോട്ടെടുപ്പ് സമാപിക്കും. കടയ്ക്കൽ ഗവൺമെൻറ് UPSC വോട്ടിംഗ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനനുബന്ധിച്ചുള്ള വോട്ടിംഗ് പുരോഗമിക്കുകയാണ്. 103-ലാണ് ഇപ്പോൾ വളരെ തിരക്ക് കൂടുതലുള്ളത്. എന്നാൽ 104-ാം ബൂത്തിൽ അങ്ങനെ ഒരു തിരക്ക് അനുഭവപ്പെടുന്നില്ല. ഇവിടെ കാര്യങ്ങൾ കുറേ കൂടി പെട്ടെന്ന് തന്നെ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. ഇവിടെ വളരെ ക്യൂ കുറവാണ്. മറിച്ച് 103 ബൂത്തിൽ അങ്ങനെയല്ല, വളരെ വിശാലമായ ഒരു ക്യൂ ഉണ്ട്. സ്ത്രീകളും പുരുഷന്മാരെ സെപ്പറേറ്റ് നിന്ന് നല്ലൊരു ക്യൂ നമുക്കവിടെ കാണാൻ കഴിയും. ഇനി ഞങ്ങൾ അടുത്തത് പോകുന്നത് കടയ്ക്കൽ ഗവൺമെൻറ് HS ഒരു പോളിംഗ് സ്റ്റേഷനാണ്. അങ്ങോട്ട് പോവുകയാണ്. അവിടുത്തെ വിശേഷങ്ങൾ നമുക്കിനി നിങ്ങളുമായി പങ്കുവയ്ക്കും. 2024 ലോക്സഭാ ഇലക്ഷൻ്റെ രണ്ടാം ഘട്ട പോളിംഗ് പുരോഗമിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് കടയ്ക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെ 95, 96, 97 അങ്ങനെ 3 ബൂത്തുകളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഇന്ത്യയിലാകമാനം മണിപ്പൂർ, ത്രിപുര, ബീഹാർ, മഹാരാഷ്ട്ര തുടങ്ങി 88 കേരളം ഉൾപ്പെടെയുള്ള 88 ലോക്സഭാ മണ്ഡലങ്ങളിൽ 1206ഓളം പ്രതിനിധികൾ മാറ്റുരയ്ക്കുകയാണെന്ന്. ഇനിയും 7 ഘട്ടങ്ങളിലായിട്ടാണ് പോളിംഗ് അവസാനിക്കുന്നത്. ജൂൺ 4-ാം തീയതിയോടുകൂടി നമുക്ക് പ്രധാനമായും ഇന്ത്യയിലെ മത്സരം നടക്കുന്നത് NDA BJP പ്രതിനിധാനം ചെയ്യുന്ന NDA മുന്നണിയും അതുപോലെ ഇന്ത്യ മുന്നണിയുമാണ്. അതിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ആരും ഉയർത്തി കാട്ടിയില്ലെങ്കിലും രാഹുൽ ഗാന്ധിക്കാണ് സാധ്യതകൾ പറയുന്നത്. അത്തരത്തിലാണ് ഇപ്പോൾ ഇലക്ഷൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വരുന്ന ജൂൺ 4-ാം തീയതി നമുക്ക് ഇന്ത്യയുടെ ഭരണസാരഥ്യം ആര് വഹിക്കും? 10 വർഷം ഭരണം പൂർത്തിയാക്കിയ NDA സർക്കാരാണോ, അതല്ല നമ്മുടെ ഇന്ത്യ മുന്നണി, നമ്മുടെ ഈ രൂപം കൊടുത്ത ഇന്ത്യ മുന്നണിയാണോ എന്നൊക്കെ ജൂൺ 4-ാം തീയതിയോടുകൂടി പൂർണ്ണമായും നമുക്ക് അറിയാൻ പറ്റും. എന്തായാലും ഇലക്ഷൻ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇലക്ഷൻ ബൂത്തിലെ രംഗങ്ങളാണ് കാണുന്നത്. രാവിലെ മുതൽ നല്ല പോളിംഗ് ശതമാനമാണ് എല്ലായിടത്തും നടക്കുന്നത്. ഉച്ചയോടുകൂടി ഏകദേശം 45% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കണക്കിന് പോളിംഗ് നടക്കുകയാണെങ്കിൽ ഏകദേശം 80% പോളിംഗ് അവസാനിക്കുമ്പോൾ ഉണ്ടാകും, ഇലക്ഷൻ അവസാനിക്കുമ്പോൾ ഉണ്ടാകും, വോട്ടെടുപ്പ് അവസാനിക്കുമ്പോൾ ഉണ്ടാകും എന്നാണ് നമുക്കിവിടെ അറിയാൻ കഴിഞ്ഞത്. മറ്റു തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള വയലൻസും ഒന്നും ഇവിടെ ഇല്ല. പോലീസൊക്കെ അതൊരു ജാഗ്രത പാലിക്കുന്നുണ്ട്. എന്തായാലും 6 മണിയോടുകൂടി ഇലക്ഷൻ ഇവിടെ വോട്ടെടുപ്പ് സമാപിക്കും.
ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട പോളിംഗ് പുരോഗമിക്കുകയാണ്. കേരളത്തിലാണ് മുഴുവൻ സീറ്റുകളിലേക്കും പോളിംഗ് നടക്കുന്നത്. 20 മണ്ഡലങ്ങളിലും കേരളത്തിൽ പോളിംഗ് നടക്കുന്നുണ്ട്. പോളിംഗ് ശതമാനം താരതമ്യേന കേരളത്തിൽ നല്ല രീതിയിൽ പോളിംഗ് ഉണ്ട്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കടയ്ക്കൽ ഗവൺമെൻറ് UP സ്കൂളിലാണ്. ഇവിടെ 103ഉം 104ഉം 2 ബൂത്തുകളാണുള്ളത്. രാവിലെ മുതൽ തന്നെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ധാരാളം വോട്ടർമാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ഉച്ചവരെയൊക്കെ ഒരു 40-42% വോട്ടിംഗ് ആണ് ഇവിടെ നടന്നത്. അത് കഴിഞ്ഞുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. ഏകദേശം ഒരു 5:30-6 മണിയോടുകൂടി വോട്ടിംഗ് അവസാനിക്കും. ഏകദേശം ഒരു 75%-80% വോട്ടിംഗ് നടക്കുമെന്നാണ് പ്രാഥമിക നിഗമനം. എന്തായാലും രാവിലെ മുതൽ തന്നെ ഈ നമ്മൾ പറഞ്ഞ 2 ബൂത്തുകളിലും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. നമ്മൾ ഈ റിപ്പോർട്ട് ചെയ്യുന്ന സമയം വരെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇവിടെ പ്രധാനമായിട്ടും 7 സ്ഥാനാർത്ഥികൾ അല്ലേ, 10 സ്ഥാനാർത്ഥികളാണ് നമ്മുടെ ഈ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. 10 സ്ഥാനാർത്ഥികളും മത്സരിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് ഇവിടെ മത്സരം നടക്കുന്നത് UDFും LDFും ആയിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ എന്തായാലും ഇന്ന് ഏകദേശം 6 മണിയോടുകൂടി പോളിംഗ് അവസാനിക്കും. ഈ വരുന്ന ജൂൺ 4-ാം തീയതി നമുക്ക് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്ന റിസൾട്ട് പുറത്തു വരും. ആര് പ്രധാനമന്ത്രിയാകും, ആര് ഇന്ത്യ ഭരിക്കും എന്നുള്ള ഒരു വിവരം 4-ാം തീയതി ഞങ്ങൾക്കറിയാൻ കഴിയും. ലോക്സഭാ ഇലക്ഷൻ 2024 പുരോഗമിക്കുകയാണ്. ഞങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ ചിതറ ഹയർ സെക്കൻഡറി സ്കൂളിൽ 4 ബൂത്തുകളാണ് മുഴുവനായിട്ടുള്ളത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ആദ്യം കണ്ട 2 ബൂത്തുകളിൽ തിരക്ക് കുറവായിരുന്നു. എന്നാൽ 67-69 ബൂത്തുകളിൽ നമ്മൾ ഈ പറയുന്ന 5 മണി വരെ നല്ല തിരക്കും ക്യൂ ആണ്. അതുകൊണ്ടാണ് പോളിംഗ് 80% മുകളിലാവാൻ സാധ്യത ഉണ്ട് എന്ന് പറയുന്നതാണ്. രാവിലെ മുതൽ ഈ ക്യൂ ഇങ്ങനെ നിലനിന്ന് പോവുകയാണ്. ഏകദേശം 6 മണിക്ക് വോട്ടെടുപ്പ് സമാപിക്കുമെങ്കിലും വോട്ട് ചെയ്യാൻ വന്ന മുഴുവൻ പേരെയും വോട്ട് ചെയ്യിക്കണം എന്നാണ് നിയമം ഉള്ളത്. 6 മണി കഴിഞ്ഞു പോകും എന്നൊക്കെ ഒരു പ്രതീക്ഷ കൂടി ഈ ചിതറ സ്കൂളിനെ സംബന്ധിച്ചുണ്ട്. 67-69 ബൂത്തുകളിൽ ഇപ്പോഴും വോട്ടേഴ്സിന് യാതൊരു ശമനവും വന്നിട്ടില്ല. നല്ല രീതിയിൽ പോളിംഗ് നടക്കുകയാണ്. വോട്ടേഴ്സ് ശതമാനം കൂടിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഇരു മുന്നണികൾക്കും വ്യാകുലത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ആർക്ക് അതൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകും എന്നതും ഒരു പ്രശ്നമായി തന്നെ നിലനിൽക്കുന്നു. എന്തായാലും നമ്മുടെ സംഘർഷ സാധ്യതകളൊക്കെ വളരെ കുറവാണ്. എന്നാലും എല്ലാ വോട്ടേഴ്സും വളരെ ശാന്തരായി ഇവിടെ പോളിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. വരും നാളുകളിൽ ബാക്കി ഉള്ള തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞതിന് ശേഷം 7 ഘട്ടങ്ങളായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ജൂൺ 4-ാം തീയതി നമുക്ക് ഫൈനൽ റിസൾട്ട് അറിയാൻ പറ്റും. കേരളത്തിൻ്റെ വിഗതികൾ എങ്ങോട്ടാണെന്ന് 20 ലോക്സഭാ മണ്ഡലങ്ങളിലുള്ളതിൽ ആരൊക്കെ വിജയിക്കും, എന്തൊക്കെ സംഭവിക്കും എന്നൊക്കെ BJP അക്കൗണ്ട് തുറക്കുമോ എന്നുള്ള ഒരു പ്രധാന വിഷയം കൂടി ഇതിനിടയ്ക്ക് നിലനിൽക്കുന്നുണ്ട്. ഒക്കെ തന്നെ നമുക്ക് ജൂൺ 4-ന് നമുക്ക് NDA ഗവൺമെന്റിന്റെ ഭരണ പരാജയമാണോ ഭരണ വിജയമാണോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയാണോ അധികാരത്തിൽ വരാൻ പോകുന്നതൊക്കെ നമുക്ക് ജൂൺ 4 വരെ കാത്തിരിക്കേണ്ടി വരും. കടയ്ക്കൽ ഗവൺമെൻറ് UPSCയിൽ വോട്ടിംഗ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനനുബന്ധിച്ചുള്ള വോട്ടിംഗ് പുരോഗമിക്കുകയാണ്. 103-ലാണ് ഇപ്പോൾ വളരെ തിരക്ക് കൂടുതലുള്ളത്. എന്നാൽ 104-ാം ബൂത്തിൽ അങ്ങനെ ഒരു തിരക്ക് അനുഭവപ്പെടുന്നില്ല. ഇവിടെ കാര്യങ്ങൾ കുറേ കൂടി പെട്ടെന്ന് തന്നെ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. ഇവിടെ വളരെ ക്യൂ കുറവാണ്. മറിച്ച് 103 ബൂത്തിൽ അങ്ങനെയല്ല, വളരെ വിശാലമായ ഒരു ക്യൂ ഉണ്ട്. സ്ത്രീകളും പുരുഷന്മാരും സെപ്പറേറ്റ് നിന്ന് നല്ലൊരു ക്യൂ നമുക്കവിടെ കാണാൻ കഴിയും. ഇനി ഞങ്ങൾ അടുത്തത് പോകുന്ന കടയ്ക്കൽ ഗവൺമെൻറ് HS ഒരു പോളിംഗ് സ്റ്റേഷനാണ്. അങ്ങോട്ട് പോവുകയാണ്. അവിടുത്തെ വിശേഷങ്ങൾ നമുക്കിനി നിങ്ങളുമായി പങ്കുവയ്ക്കും. ദൂരല്ലേ മാഡം, ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ സാറിനെ കുറ്റം പറഞ്ഞതല്ല, നമുക്ക് വോട്ടിംഗ് കുറച്ച് നീണ്ടുപോയി, അത്രേ ഉള്ളൂ. അത് അല്ലാതെ വേറെ വിഷയങ്ങളും
അതെല്ലാം കൃത്യം ഞങ്ങൾ റിപ്പോർട്ട് ഞങ്ങൾക്ക് തരാം. റിപ്പോർട്ട് വേണമെങ്കിൽ തരാം എത്ര പെർസെൻറ്റേജ്. ഇതിനിപ്പോൾ കുറച്ച് പേരും കൂടെ ഉണ്ട്. കുറച്ച് പേരോടെ കഴിയുമ്പോൾ പറയാം. ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും അല്ല, പെർമിഷൻ ഗവൺമെന്റിന്റെ പെർമിഷൻ വേണമെന്നുണ്ട്. അതാ പെർമിഷൻ ഉണ്ടെങ്കിൽ കഴിയുമ്പോൾ പറയാം. ശരി കഴിയുമ്പോൾ എന്താണെന്ന് എത്ര